Question number 31. Madhav, Raghav and Purav were partners in a firm sharing profits and losses in the ratio of 3:1:1. Okay, അവരുടെ ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. ബാലൻസ് ഷീറ്റിൽ ജനറൽ റിസർവ് ഉണ്ട്, വേറെ ഒന്നും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനില്ല. Purav died on 30th September. So time period 6 months ആണ്. Okay, his legal representative is entitled to his balance, his capital, share of profit, calculated on the basis of last year's profit, share of goodwill, calculated on the basis of 3 years purchase of average profit of last 4 years, interest on capital. Purav's share of profit was 3,000. But direct share of profit is തന്നിട്ടുണ്ട്, calculation ആവശ്യമില്ല. And the average profit of last 4 years. അപ്പോൾ last 4 years average profit തന്നിട്ടുണ്ട്, അതും calculate ചെയ്യേണ്ട ആവശ്യമില്ല. Purav's drawings up to the date of death were 10,000. അപ്പോൾ ഇനി പുറാവിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, ബൈ ബാലൻസ് ബോട്ട് ഡൗൺ. ബാലൻസ് ഷീറ്റിൽ പുറാവിന്റെ ക്യാപിറ്റൽ ഉണ്ട് 40,000. പിന്നെ ജനറൽ റിസർവ് ഉണ്ട്. ബാലൻസ് ഷീറ്റിൽ വാല്യൂ ഇസ് 50,000. അതിൽ പുറാവിന്റെ ഷെയർ എന്താണെന്ന് കണ്ടുപിടിക്കണം. പുറാവിന്റെ ഷെയർ 1/5. So 10,000 ആണ് general reserve. Journal entry is general reserve account debit to Purav's capital account. So by general reserve account 10,000. പിന്നെ ഫസ്റ്റ് വൺ ബാലൻസ് ഇൻ ഹസ് ക്യാപിറ്റൽ അക്കൗണ്ട്, അത് നമ്മൾ പോസ്റ്റ് ചെയ്ത്. ഇനി ഷെയർ ഓഫ് പ്രോഫിറ്റ് അപ് ടു ദ ഡേറ്റ് ഓഫ് ഡെത്ത് ടു ബി കാൽക്കുലേറ്റഡ് ഓൺ ബേസിസ് ഓഫ് ലാസ്റ്റ് ഇയേഴ്സ് പ്രോഫിറ്റ്. അത് കാൽക്കുലേറ്റ് ചെയ്യണം ലാസ്റ്റ് ഇയേഴ്സ് പ്രോഫിറ്റിന്റെ ബേസിസിൽ. പക്ഷെ ഡയറക്റ്റ് എമൗണ്ട് തന്നിട്ടുണ്ട്. പുറാവ് ഷെയർ ഓഫ് പ്രോഫിറ്റ് വാസ് 3,000 തന്നിട്ടുണ്ട്. ഇപ്പൊ കാൽക്കുലേറ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതിന്റെ ജേർണൽ എൻട്രി വരാം P&L സസ്പെൻസ് അക്കൗണ്ട് ഡെബിറ്റ് ടു Purav's capital account. So on the credit side by P&L suspense account 3,000 ആണ് amount. പിന്നെ തേർഡ് വൺ ഷെയർ ഓഫ് ഗുഡ്വിൽ കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് 3 years purchase of average profit of last 4 years. ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിൽ ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അഡ്ജസ്റ്റ്മെന്റിൽ തന്നെ ആവറേജ് പ്രോഫിറ്റ് ഓഫ് ലാസ്റ്റ് 4 years തന്നിട്ടുണ്ട്. സോ ആവറേജ് പ്രോഫിറ്റ് ഓൾറെഡി തന്നിട്ടുണ്ട്, 50,000 ആണ്. ഇനി ഗുഡ്വിൽ is calculated on the 3 years purchase of average profit of last 4 years. ഇത് ലാസ്റ്റ് 4 yearsന്റെ ആവറേജ് പ്രോഫിറ്റ് ആണ്. ഇനി ആവറേജ് പ്രോഫിറ്റ്, goodwill is average profit multiplied by number of years of purchase. So average profit is 50,000, number of years of purchase is 3. So 1,50,000 ആണ് goodwill of the firm. ഇനി ഇത് പുറാവിന്റെ ഷെയർ കണ്ടുപിടിക്കണം. Purav's share of goodwill is 1,50,000 multiplied by his share 1/5. 30,000 ആണ് പുറാവിന്റെ ഷെയർ. പുറാവിന്റെ ഷെയർ ഓഫ് ഗുഡ്വിൽ ഗെയിനിങ് പാർട്ട്നേഴ്സ് ഗെയിനിങ് റേഷ്യോയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യണം. ഇവിടെ ഗെയിനിങ് റേഷ്യോ, ഓൾഡ് റേഷ്യോ, ന്യൂ റേഷ്യോ ഒന്നും തന്നിട്ടില്ല. അപ്പം ഓൾഡ് റേഷ്യോ തന്നെയാണ് ഗെയിനിങ് റേഷ്യോ. അപ്പം ഓൾഡ് റേഷ്യോ 3:1. അപ്പം ഗെയിനിങ് റേഷ്യോ 3:1 ആണ്. 3:1 റേഷ്യോയിൽ മാധവും രാഘവും പുറാവിന് കോൺട്രിബ്യൂട്ട് ചെയ്യണം. സോ ഇറ്റ് വിൽ ബി 22,500 and 7,500 ആണ് പുറാവിന് ഗെയിനിങ് പാർട്ട്നേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട എമൗണ്ട്. സോ അതിന്റെ ജേർണൽ എൻട്രി ഗെയിനിങ് പാർട്ട്നേഴ്സ് ടു ഡിസീസ്ഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഗെയിനിങ് പാർട്ട്ണർ മാധവ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ്, രാഘവ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു പുറാവ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ പുറാവിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അപ്പം മാധവിനും രാഘവിനും ക്രെഡിറ്റ് ചെയ്യണം. ബൈ മാധവ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് ബൈ രാഘവ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. amount 22,500 and 7,500. ഗുഡ്വിൽ കഴിഞ്ഞു. നെക്സ്റ്റ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 12% പെർ annum. സോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉണ്ട് 12% പെർ annum. പുറാവിന്റെ ക്യാപിറ്റൽ 40,000 ആണ്. ഈ 40,000ലാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 12% പറയുന്നത്. 12% പെർ annum, 12/100. ഇത് ഹോൾ ഇയറിന്റെ ഇൻട്രസ്റ്റ് ആണ്. പക്ഷെ പുറാവിന്റെ ഡെത്ത് വരുന്നത് 30th September, അതായത് 6 months. 6 monthsന് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. 2,400 ആണ് 6 monthsന് പുറാവിന്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. സോ അതിന്റെ ജേർണൽ എൻട്രി ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു പുറാവ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. സോ ക്രെഡിറ്റ് സൈഡിലാണ് വരാ ബൈ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട്
2,400. ഇനി നെക്സ്റ്റ് വൺ അഡ്ജസ്റ്റ്മെന്റിൽ പുറാസ് ഡ്രോയിങ് അപ് ടു ദ ഡേറ്റ് ഓഫ് ഡെത്ത് വേർ 10,000. ഓക്കെ, ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ലോണം ശ്രദ്ധിക്കണം, എന്തെങ്കിലും പോസ്റ്റ് ചെയ്യാൻ മറന്നിക്കണോന്ന്. അപ്പം ഇവിടെ പുറാവിന് ഡ്രോയിങ്സ് ഉണ്ട്, 10,000 ആണ് ഡ്രോയിങ്സ്. അതിന്റെ ജേർണൽ എൻട്രി വരാം പുറാസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു ഡ്രോയിങ്സ് അക്കൗണ്ട്. അപ്പം ഡെബിറ്റ് സൈഡിലാണ് വരാം ടു ഡ്രോയിങ്സ് അക്കൗണ്ട് 10,000. ഓക്കെ, വേറെ ഒന്നും റെക്കോർഡ് ചെയ്യാനില്ല. ഇനി രണ്ട് സൈഡും ടോട്ടൽ ചെയ്യാം. $85,400 ആണ് ക്രെഡിറ്റ് സൈഡിൽ. അപ്പം ഡെബിറ്റ് സൈഡിൽ ബാലൻസിങ് ഫിഗർ വരാം 75,400 ആണ്. ഈ 75,400 ആണ് പുറാവിന്റെ എക്സിക്യൂട്ടീവ്സ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. That's all. അടുത്ത question number 32. X, Y, and Z were partners in a firm sharing profits and losses in the ratio of 2:1. On March 31st, March 2025, their balance sheet was as follows. So, balance sheet തന്നിട്ടുണ്ട്. ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ ജനറൽ റിസർവും അസറ്റ് സൈഡിൽ P&L അക്കൗണ്ടും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുണ്ട്. By died on 30th June. So, time period 3 months ആണ്. First one, goodwill of the business was to be calculated on the basis of 2 times the average profit of the past 5 years. കഴിഞ്ഞ 5 കൊല്ലത്തെ ആവറേജ് പ്രോഫിറ്റിന്റെ ബേസിസിലാണ് ഗുഡ്വിൽ കണ്ടുപിടിക്കേണ്ടത്. ബേസിസ് ഓഫ് 2 times the average profit. ആവറേജ് പ്രോഫിറ്റ് മൾട്ടിപ്ലൈഡ് ബൈ 2 ചെയ്തിട്ട് അതിന്റെ ബേസിലാണ് ഗുഡ്വിൽ കണ്ടുപിടിക്കേണ്ടത്. Second one, Y's share of profit or loss from 1st April till his death was to be calculated on the basis of last year's profit. 2025 പ്രോഫിറ്റിന്റെ ബേസിലാണ്. 2025 last year's profit. Okay, second one, Y's share of profit or loss was to be calculated on the basis of the year 2025. കഴിഞ്ഞ കൊല്ലത്തെ പ്രോഫിറ്റിന്റെ ലോസിന്റെ ഇയറിന്റെ ബേസിലാണ് Y's പ്രോഫിറ്റ് ഓർ ലോസ് കണ്ടുപിടിക്കേണ്ടത്. റിക്വയർഡ് ടു കാൽക്കുലേറ്റ് ഗുഡ്വിൽ ഓഫ് ദ ഫേം, Y's share of goodwill, Y's share in the profit or loss of the firm, and prepare Y's capital. Y's capital prepare ചെയ്യാൻ പറയുന്നുണ്ട്. ഓക്കെ, Y's capital prepare ചെയ്യാം. By balance brought down. ബാലൻസ് ഷീറ്റിൽ Y's capital 7 lakh ആണ്. നെക്സ്റ്റ് ജനറൽ റിസർവ് ഉണ്ട്, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. 60,000 ആണ് ജനറൽ റിസർവിന്റെ വാല്യൂ. അതിൽ Y's ഷെയർ 2/5 കണ്ടുപിടിക്കണം. ജനറൽ റിസർവിൽ Y's ഷെയർ 24,000 ആണ്. Journal entries, general reserve account debit to Y's capital account. So on the credit side, Y general reserve account amount is 24,000. പിന്നെ P&L അക്കൗണ്ട് ഉണ്ട് അസറ്റ് സൈഡിൽ. അസറ്റ് സൈഡിൽ P&L അക്കൗണ്ട് വന്നാൽ അത് ലോസ് ആണെന്നാണ് അർത്ഥം. സോ ലോസ് ഉണ്ട്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ 3,20,000 ആണ് വാല്യൂ. അപ്പൊ അതിൽ Y's ഷെയർ 2/5 എന്താന്ന് കണ്ടുപിടിക്കണം. 1,28,000 ആണ് Y's ഷെയർ ഓഫ് ലോസ്. അപ്പം ഇത് ലോസ് ആയതുകൊണ്ട് Y's ഡെബിറ്റ് സൈഡിലാണ് പോസ്റ്റ് ചെയ്യേണ്ടത്. ജേർണൽ എൻട്രി വരല് Y's ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു P&L account. Amount is 1,28,000. Next one. Okay, ഇനി ബാലൻസ് ഷീറ്റിൽ ഒന്നുമില്ല. അഡ്ജസ്റ്റ്മെന്റിൽ ഗുഡ്വിൽ കണ്ടുപിടിക്കാൻ പറയുന്നുണ്ട്. Goodwill is calculated on the basis of 2 times the average profit of past 5 years. കഴിഞ്ഞ 5 കൊല്ലത്തെ ആവറേജ് പ്രോഫിറ്റിന്റെ 2 ഇരട്ടിയാണ് ഗുഡ്വിൽ ഓഫ് ദ ഫേം. സോ ഇത് ആദ്യം ടോട്ടൽ ചെയ്യണം. ഇവിടെ ഒരു നെഗറ്റീവ് ബാലൻസ് വന്നിട്ടുണ്ട്, നെഗറ്റീവ് ഒരു ലോസ് വന്നിട്ടുണ്ട്, നെഗറ്റീവ് എമൗണ്ട് വന്നിട്ടുണ്ട്. സോ ആദ്യം പോസിറ്റീവ് ഒക്കെ ആഡ് ചെയ്തിട്ട് ഇത് സബ്ട്രാക്ട് ചെയ്യണം. സോ പോസിറ്റീവ് ആഡ് ചെയ്യുമ്പോൾ വരുന്നത് 9,20,000 ആണ്. അതിൽ നിന്നും 3,20,000 സബ്ട്രാക്ട് ചെയ്യണം. സോ റിമൈനിങ് ഇസ് 6 lakh. 6 lakh ആണ് കഴിഞ്ഞ 5 കൊല്ലത്തെ പ്രോഫിറ്റിന്റെ ടോട്ടൽ. അതിൽ നിന്ന് അതിന്റെ ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. Average profit is 6 lakh divided by 5 years in 5, which is 1,20,000. 1,20,000 ആണ് ആവറേജ് പ്രോഫിറ്റ്. ഇനി ഇതിൽ നിന്നും Y's ഷെയർ കണ്ടുപിടിക്കണം.
സോ കഴിഞ്ഞ 5 കൊല്ലത്തെ ആവറേജ് പ്രോഫിറ്റ് ആണ് 1,20,000. ഇവിടെ ഗുഡ്വിൽ പറയുന്ന ഗുഡ്വിൽ ഓഫ് ദ ബിസിനസ് വാസ് ടു ബി കാൽക്കുലേറ്റ് ദ ബേസ് ഓഫ് 2 times the average profit. So goodwill is 2 times the average profit, which means 1,20,000 multiplied by 2, which is 2,40,000. ഇതാണ് ഗുഡ്വിൽ ഓഫ് ദ ഫേം. ഇതിൽ നിന്നും വൈൻ്റെ ഷെയർ കണ്ടുപിടിക്കണം. വൈസ് ഷെയർ ഓഫ് ഗുഡ്വിൽ, that is 2,40,000 multiplied by his share. His share is 2/5. So 96,000 ആണ് വൈൻ്റെ ഷെയർ ഓഫ് ഗുഡ്വിൽ. ഈ 96,000 ഗെയിനിങ് പാർട്ട്നേഴ്സ് ഗെയിനിങ് റേഷ്യോയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇവിടെ ഗെയിനിങ് റേഷ്യോ തന്നിട്ടില്ല, ന്യൂ റേഷ്യോ തന്നിട്ടില്ല. അപ്പം ഗെയിനിങ് റേഷ്യോ വിൽ ബി 2:1. ഓൾ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആണ് ഗെയിനിങ് റേഷ്യോ. സോ 96,000 2:1 റേഷ്യോയിൽ എക്സും സെറ്റും കോൺട്രിബ്യൂട്ട് ചെയ്യും. സോ അതിന്റെ ജേർണൽ എൻട്രി വരാം. ഗെയിനിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു ഡിസീസ്ഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പം എക്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ്, സെറ്റ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ്, ഡിസീസ്ഡ് പാർട്ട്ണർ വൈ ആണ്, വൈസ് ക്യാപിറ്റൽ അക്കൗണ്ട്. 64,000, 32,000, 96,000 ആണ് ടോട്ടൽ ഗുഡ്വിൽ. സോ വൈൻ്റെ അങ്ങനെ ആകുമ്പോൾ വൈൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എക്സിനും സെഡിനും ക്രെഡിറ്റ് ചെയ്യണം. ബൈ എക്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ബൈ സെഡ് ക്യാപിറ്റൽ അക്കൗണ്ട്. 64,000 and 32,000. സോ ഗുഡ്വിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ഇനി വൈൻ്റെ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഫ്രം 1st April 2025 till his date of death, അതായത് 3 മാസത്തേക്ക്, was to be calculated on the basis of profit or loss for the year ended 31st March 2025. 31st March 2025 പ്രോഫിറ്റ് ഓർ ലോസിന്റെ ബേസിലാണ് ഈ കൊല്ലത്തെ പ്രോഫിറ്റ് ലോസ് ഷെയർ വൈക്ക് കൊടുക്കേണ്ടത്. 25 എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കൊല്ലത്തെ ലോസ് ആയിരുന്നു. കഴിഞ്ഞ കൊല്ലം ഫേമിന് ലോസ് ആണ് ഉണ്ടായിരുന്നത്. 3,20,000 ലോസ് ആണ്. സോ ഈ കൊല്ലം ഈ ലോസിന്റെ ബേസിലാണ് വൈൻ്റെ ലോസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. വൈസ് ഷെയർ ഇസ് 3,20,000. ഇത് ഹോൾ ഇയറിന്റെ ആണ്. അപ്പം 3 മാസത്തേക്ക് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. മൾട്ടിപ്ലൈഡ് ബൈ 3/12 മൾട്ടിപ്ലൈഡ് ബൈ വൈൻ്റെ ഷെയർ 2/5. 32,000 ആണ് വൈൻ്റെ ഷെയർ ഓഫ് ലോസ്. ലോസ് ആയതുകൊണ്ട് ഡെബിറ്റ് സൈഡിലാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. ടു P&L സസ്പെൻസ് അക്കൗണ്ട് 32,000. ഓക്കെ, അപ്പം ഗുഡ്വിൽ ഓഫ് ദ ഫേം കണ്ടുപിടിച്ചു, വൈൻ്റെ ഷെയർ ഓഫ് ഗുഡ്വിൽ കണ്ടുപിടിച്ചു, വൈൻ്റെ ഷെയർ ഓഫ് പ്രോഫിറ്റ് കണ്ടുപിടിച്ചു. ഇനി ഓക്കെ, സോ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ അഡ്വാൻസ് ടു വൈ 7 lakh എമൗണ്ട് ഉണ്ട്. അഡ്വാൻസ് ടു വൈ അപ്പം വൈന് അഡ്വാൻസ് കൊടുത്താണ്, ലോൺ കൊടുത്തിട്ടുണ്ട് ഫേം കമ്പനി. സോ ഈ എമൗണ്ട് വൈ തിരിച്ച് പേ ചെയ്യാൻ ലയബിൾ ആണ്. സോ അത് ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ് പോസ്റ്റ് ചെയ്യേണ്ടത്. അതിന്റെ ജേർണൽ എൻട്രി വരാം. വൈസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു അഡ്വാൻസ് ടു വൈന്നോ ലോൺ ടു വൈന്നോ ആണ് കൊടുക്കേണ്ടത്. സോ wise capital account debit to advance to y. So on the debit side, to advance to y amount is 7 lakh. ഇനി വേറൊന്നും പോസ്റ്റ് ചെയ്യാനില്ല. സോ ബാലൻസ് നോക്കാം. സോ ഇവിടെ 8,20,000 ആണ് ടോട്ടൽ വരുന്നത്. ഇവിടെ 8,60,000 ആണ് ടോട്ടൽ വരുന്നത്. സോ ഡെബിറ്റ് സൈഡ് കൂടുതലാണ്. അപ്പൊ ബാലൻസിങ് ഫിഗർ വരാം ഇവിടെ ആയിരിക്കും. 8,60,000. 40,000 ഡിഫറൻസ് ആണുള്ളത്. അതായത് വൈ ഫേമിന് 40,000 കൊടുക്കാനുള്ളത്. അപ്പൊ വൈക്ക് ഇങ്ങോട്ടൊന്നും കിട്ടാനില്ല, അങ്ങോട്ട് കൊടുക്കാനുള്ളത്. സോ വൈസ് എക്സിക്യൂട്ടേഴ്സ് അക്കൗണ്ട്. എക്സിക്യൂട്ടർ ഫേമിന് 40,000 കൊടുക്കണം. ദാറ്റ്സ് ഓൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 33. Arun, Beam and Nakul are partners in the firm, sharing profits in the ratio of 1:1:3. Their capital balance as on 1st April 2022 the capital balance തന്നിട്ടുണ്ട്.
The firm closes its accounts every year on 31st March. Beam died on 31st March. So time period 12 months ആണ്. ഇയർ എൻഡിലാണ് ബീം മരിക്കുന്നത്. So in the event of death, the partnership deed provides for the following. Okay, adjustment first one, interest on capital. Interest on capital on 10% per annum. പിന്നെ deceased partner share in the goodwill of the firm will be calculated on the basis of 2 years purchase of average profit of last 3 years. കഴിഞ്ഞ 3 കൊല്ലത്തിന്റെ ആവറേജ് പ്രോഫിറ്റിന്റെ ബേസിലാണ് ഗുഡ്വിൽ കണ്ടുപിടിക്കുന്നത്. ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് ആണ് യൂസ് ചെയ്യേണ്ടത്. പിന്നെ ഹിസ് ഷെയർ ഓഫ് പ്രോഫിറ്റ് ടിൽ ദ ഡേറ്റ് ഓഫ് ഡെത്ത്. ഓക്കെ, അത് തന്നിട്ടുണ്ട് 1,60,000 ബിഫോർ പ്രൊവൈഡിങ് ഫോർ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. Beam's executor was paid the sum due in 2 equal annual installment with interest 10% per annum. ബീമിന്റെ എക്സിക്യൂട്ടറിന് കൊടുക്കാനുള്ള എമൗണ്ട് 2 ആനുവൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ് പേ ചെയ്തിട്ടുള്ളത് വിത്ത് ഇൻട്രസ്റ്റ് 10% per annum. So prepare Beam's capital account and also executor's loan account for the year ending 31st March 2024 and 2025. So current year 2023 ആണ്. അടുത്ത 2 കൊല്ലത്തെ അക്കൗണ്ട് എക്സിക്യൂട്ടേഴ്സ് ലോൺ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. കാരണം ഈ കൊടുക്കാനുള്ള എമൗണ്ട് 2 ആനുവൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. സോ ആദ്യം ബീമിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. ബൈ ബാലൻസ് ബോട്ട് ഡൗൺ. അഡ്ജസ്റ്റ്മെന്റിൽ തന്നിട്ടുണ്ട് ബീമിന്റെ ക്യാപിറ്റൽ ബാലൻസ് 1,50,000. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വിൽ ബി ഫസ്റ്റ് വൺ. അഡ്ജസ്റ്റ്മെന്റിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വിൽ ബി അലൗഡ് ടു ദ ഡിസീസ്ഡ് പാർട്ണർ ടിൽ ഹിസ് ഡേറ്റ് ഓഫ് ഡെത്ത്. അതായത് ഫുൾ ഇയർ എൻഡിലാണല്ലോ മരിക്കുന്നത്, ഫുൾ ഇയറിന്റെ ഉണ്ടാവും. അപ്പം ക്യാപിറ്റല് 1,50,000 ആണ്. സോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇസ് 10% per annum, 10/100. ഓക്കെ, ഫോർ ദ ഹോൾ ഇയർ. കാരണം ഇയർ എൻഡിലാണ് ബീം മരിക്കുന്നത്. ഫോർ ദ ഹോൾ ഇയർ. സോ 15,000 ആണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അപ്പം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ക്രെഡിറ്റ് സൈഡിലാണ് വരാ. ബൈ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് 15,000. Okay, just remember interest on capital credit side, interest on drawings debit side ആണ് വരാം. പിന്നെ നെക്സ്റ്റ് വൺ, ദ ഡിസീസ്ഡ് പാർട്ണർ ഷെയർ ഇൻ ഗുഡ്വിൽ. അപ്പോൾ ഗുഡ്വിൽ കണ്ടുപിടിക്കണം. ഓഫ് ദ ഫേം വിൽ ബി കാൽക്കുലേറ്റ് ഓൺ ദി ബേസിസ് ഓഫ് 2 years purchase ഓഫ് ആവറേജ് പ്രോഫിറ്റ് ഓഫ് ലാസ്റ്റ് 3 years. ഓക്കെ, ലാസ്റ്റ് 3 yearsന്റെ പ്രോഫിറ്റ് തന്നിട്ടുണ്ട് 90,000, 2 lakh ആൻഡ് 1,60,000. ഇതിന്റെ ടോട്ടൽ ആദ്യം ചെയ്യണം. 4,50,000 ആണ് ടോട്ടൽ. ഇനി ഇതിന്റെ ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. ആവറേജ് പ്രോഫിറ്റ് ഇസ് 4,50,000 divided by 3 years. 3 കൊല്ലല്ലേ. സോ 1,50,000 ആണ് ആവറേജ് പ്രോഫിറ്റ്. സോ ഗുഡ്വിൽ ഇസ് ആവറേജ് പ്രോഫിറ്റ് into number of years of purchase. So average profit 1,50,000 ആണ്. Multiply by number of years of purchase on the basis of 2 years purchase in the question ഉണ്ട്. അപ്പം by multiplied by 2. So 3 lakh ആണ് goodwill of the firm. ഇനി ഇതിൽ നിന്നും ബീമിന്റെ ഷെയർ കണ്ടുപിടിക്കണം. ബീംസ് ഷെയർ ഓഫ് ഗുഡ്വിൽ 3 lakh multiplied by his share, that is 1/5. 60,000 ആണ് ബീമിന്റെ ഷെയർ. ഇനി ഇത് ഗെയിനിങ് പാർട്ട്നേഴ്സ് ആയ അരുണും നകുലും ഗെയിനിങ് റേഷ്യോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഇവിടെ ഗെയിനിങ് റേഷ്യോ തന്നിട്ടില്ല. സോ ഓൾ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ തന്നെയാണ് ഗെയിനിങ് റേഷ്യോ 1:3. 60,000 1:3 റേഷ്യോയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യും അരുണും നകുലും. സോ 15,000 and 45,000. അരുണ് 15,000ഉം നകുല് 45,000ഉം കോൺട്രിബ്യൂട്ട് ചെയ്യും. ഇതിന്റെ ജേർണൽ എൻട്രി വരാ ഗെയിനിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു ഡിസീസ്ഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഡിസീസ്ഡ് പാർട്ട്ണർ ബീമാണ്. സോ ബീമിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ അരുണിനും നകുലിനും ക്രെഡിറ്റ് ചെയ്യണം. ബൈ അരുൺസ് ക്യാപിറ്റൽ അക്കൗണ്ട് ബൈ നകുൽസ് capital account 15,000 and 45,000. So goodwill distribute ചെയ്തു. ഇനി third one, his share of profit till the date of death. The profit of the firm for the year ended. ആ ഇയർ എൻഡിന്റെ പ്രോഫിറ്റ് തന്നിട്ടുണ്ട് 1,60,000 ആണ്.
അവൻ മരിക്കുന്ന ഇയറിന്റെ പ്രോഫിറ്റ്. അവൻ മരിച്ചത് 31st March 2023 അല്ലേ? അപ്പം ആ ഇയറിലെ പ്രോഫിറ്റ് വന്നിരിക്കുന്നത് 1,60,000 ആണ്. ബിഫോർ പ്രൊവൈഡിങ് ഫോർ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. സോ ഈ പ്രോഫിറ്റ് കാൽക്കുലേറ്റ്, നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ എല്ലാ അഡ്ജസ്റ്റ്മെന്റിനും ശേഷം വരുന്ന പ്രോഫിറ്റ് ആണ് നെറ്റ് പ്രോഫിറ്റ്. ഇതില് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അപ്പം അത് ഇതിൽ നിന്നും സബ്ട്രാക്ട് ചെയ്യണം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ 15,000 ആണ്. അത് ഇതിൽ നിന്നും സബ്ട്രാക്ട് ചെയ്യണം. സോ 1,45,000 ആണ് പ്രോഫിറ്റ് ഓഫ് ദ ഫേം. ഇനി ഇതിൽ നിന്നും ബീമിന്റെ പ്രോഫിറ്റ് ഷെയർ കണ്ടുപിടിക്കണം. 1/5. 12 months ആയതുകൊണ്ട് ഡ്യൂറേഷൻ ഇല്ല, ടൈം പീരീഡ് ഇല്ല. സോ ഇറ്റ് ഈസ് 29,000 ആണ് ബീമിന്റെ ഷെയർ ഓഫ് ബീംസ് പ്രോഫിറ്റ്, ഷെയർ ഓഫ് പ്രോഫിറ്റ്. സോ അതിന്റെ ജേർണൽ എൻട്രി വരാം ബൈ P&L സസ്പെൻസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബീംസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഓൺ ദ ക്രെഡിറ്റ് സൈഡ് 29,000. ഇനി വേറൊന്നും റെക്കോർഡ് ചെയ്യാനില്ല. സോ നമുക്ക് ലാസ്റ്റ് ബീംഡ് എക്സിക്യൂട്ടീവ് വാസ് പെയ്ഡ് ദ സം ഡ്യൂ ഇൻ 2 equal annual installment with interest 10% per annum. സോ ബീമിന് കൊടുക്കാനുള്ള, ആദ്യം ബീമിന്റെ എക്സിക്യൂട്ടറിന് കൊടുക്കാനുള്ള എമൗണ്ട് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ആ എമൗണ്ട് 2 ഈക്വൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് ബീമിന്റെ എക്സിക്യൂട്ടറിന്. നമുക്ക് രണ്ട് സൈഡും ടോട്ടൽ ചെയ്യാം. സോ ഇവിടെ 2,54,000 ആണ് ടോട്ടൽ വരുന്നത്. സോ ബീമിന്റെ എക്സിക്യൂട്ടറിന് പേ ചെയ്യാനുള്ള എമൗണ്ട് 2,54,000 ആണ്. ടു ബീംസ് എക്സിക്യൂട്ടേഴ്സ് അക്കൗണ്ട്. സോ ബീമിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തു. ഇനി ബീമിന്റെ എക്സിക്യൂട്ടറിന്റെ ലോൺ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. Okay, അപ്പോൾ Beam died on 31st March 2023. An amount payable to Beam's executor is 2,54,000 as on 31st March 2023. ബീമിന്റെ ഡെത്തിന്റെ അന്ന് ബീമിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എല്ലാ അഡ്ജസ്റ്റ്മെന്റിനും ശേഷം ബീമിന്റെ എക്സിക്യൂട്ടറിന് പേ ചെയ്യാനുള്ള എമൗണ്ട് ആണിത്. ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ബീംസ് എക്സിക്യൂട്ടർ വാസ് പെയ്ഡ് ദ സം ഡ്യൂ ഇൻ 2 equal annual installment. 2 ആനുവൽ ഇൻസ്റ്റാൾമെന്റ്, ആനുവൽ എന്ന് പറഞ്ഞാൽ ഇയർലി ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ് പേ ചെയ്തത്, 2 ഈക്വൽ ആനുവൽ ഇൻസ്റ്റാൾമെന്റ്. ഈ എമൗണ്ട് ആ കൊല്ലം ബുക്ക് ക്ലോസ് ചെയ്യുമ്പോൾ, അതായത് 31st March 2024 പിന്നത്തെ നെക്സ്റ്റ് ഇയർ 31st March 2025 ഈക്വൽ ആയിട്ട് എക്സിക്യൂട്ടറിന് പേ ചെയ്യും വിത്ത് 10% ഇൻട്രസ്റ്റ്. സോ ഇനി നമ്മൾ എക്സിക്യൂട്ടറിന്റെ ലോൺ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. സോ ഫസ്റ്റ് വൺ 31st March 2023 ബീമിന്റെ ഡെത്ത് വരുന്നത്. അന്നത്തെ ദിവസം തന്നെയാണ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തത്. സോ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ ടു ബീംസ് എക്സിക്യൂട്ടേഴ്സ് അക്കൗണ്ട് ബാലൻസ് ഫിഗർ വന്നിട്ടുണ്ടായിരുന്നു. ആ എമൗണ്ട് ആണ് ഇവിടെ ഫസ്റ്റ് എൻട്രി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അത് ബീമിന്റെ എക്സിക്യൂട്ടർ ലോൺ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലാണ് വരിക. അതിവിടെ റെക്കോർഡ് ചെയ്യണം ബൈ ബീംസ് ക്യാപിറ്റൽ അക്കൗണ്ട്. എമൗണ്ട് 2,54,000 ആണ്. ബീമിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തപ്പോൾ ഡെബിറ്റ് സൈഡിൽ വന്ന എമൗണ്ട്, ബാലൻസ് ഫിഗർ ബീമിന്റെ എക്സിക്യൂട്ടറിന് കൊടുക്കാനുള്ള എമൗണ്ട് ആണ്. അതാണ് ഇവിടെ വരിക, ബീംസ് ക്യാപിറ്റൽ അക്കൗണ്ട് 31st March 2023. സോ ഈ ഇയറിൽ ബുക്സ് ക്ലോസ് ചെയ്യുമ്പോൾ വേറെ ഒന്നും റെക്കോർഡ് ചെയ്യാനില്ല. സോ 31st March 2023 to balance carry down amount 2,54,000. ഇനി ഇവിടെ 2023 ആണ്. ഇനി ഈ ഇയറിൽ ബുക്സ് ക്ലോസ് ചെയ്യുന്ന 31st March 2023 ആണ്. അതായത് നെക്സ്റ്റ് ഡേ തൊട്ട് അടുത്ത അക്കൗണ്ടിങ് ഇയർ സ്റ്റാർട്ട് ആവും. അപ്പം നെക്സ്റ്റ് ഡേ ആകുമ്പോൾ 1st April 2023 എന്നാണ്. അതിന് അപ്പം അക്കൗണ്ടിങ് ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പം ഇത് ബാലൻസിങ് ഫിഗർ, ക്ലോസിംഗ് ഫിഗർ ഇവിടുത്തെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് വരും ബൈ ബാലൻസ് brought down 2,54,000. ഇനി ഈ ഇയറിലെ ബുക്സ് ക്ലോസ് ചെയ്യുന്നത് 31st March
2024ലാണ്. ഏപ്രിൽ 2023 തുടങ്ങിയിട്ട് അക്കൗണ്ടിംഗ് ഇയർ ക്ലോസ് ചെയ്യുന്നത് മാർച്ച് 2024ലാണ്. ഈ 2024 രണ്ട് പേയ്മെന്റ് ആണ് വരിക. ഒന്നാമത്തത് ഇതിന്റെ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് ഭീമിന്റെ എക്സിക്യൂട്ടറിന് കൊടുക്കാനുള്ള അമൗണ്ടിന്റെ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് വരുന്നത് 31st March 2024ലാണ്. അതിന്റെ അമൗണ്ട് 1,27,000 ആണ്. പ്ലസ് ഇൻട്രസ്റ്റ്, ഈ അമൗണ്ടിന്റെ കൂടെ തന്നെ പ്ലസ് ഇൻട്രസ്റ്റ് ഓഫ് 10%. ഇതിന്റെ 10% ഇൻട്രസ്റ്റ് കൊടുക്കാനുള്ള അമൗണ്ട് ഇതാണ്. ഇതിന്റെ 10% ഇൻട്രസ്റ്റ് ആണ് നമ്മൾ പേ ചെയ്യേണ്ടത്. ഇപ്പോൾ അപ്പൊ 25,400 ഇൻട്രസ്റ്റ് വരും. സോ ടോട്ടൽ അമൗണ്ട് ഈ കൊല്ലം നമ്മൾ കൊടുക്കാനുള്ളത് ഈ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റും ഇൻട്രസ്റ്റും. ബൈ ഇൻട്രസ്റ്റ് അക്കൗണ്ട് എന്താണ് വരിക? 2,54,000ന്റെ 10%, 10/100, 24,400. സോ ഇനി ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് പ്ലസ് ഇൻട്രസ്റ്റ് പേ ചെയ്യണം. 31st March 2024 to bank account. ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് 1,27,000 പ്ലസ് ഇൻട്രസ്റ്റ് 25,400. അമൗണ്ട് വരുന്നത് 1,52,400 ആണ്. ഇനി രണ്ട് സൈഡും ടോട്ടൽ ചെയ്യണം. സോ 2,79,400 ആണ്. ബാലൻസ് ഫിഗർ വരും 31st March 2024 ബാലൻസ് ഫിഗർ ടു ബാലൻസ് ക്യാരി ഡൗൺ. ഇതിന്റെ ഡിഫറൻസ് വരുന്നത് 1,27,000 ആണ്. സോ ആ ഇയറിൽ പേയ്മെന്റ് ചെയ്ത് ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് പേ ചെയ്ത് ഇനി നെക്സ്റ്റ് ഇയറിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഈ ഇയർ എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത അക്കൗണ്ടിങ് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് നെക്സ്റ്റ് ഡേയിലാണ്, 1st Aprilലാണ്. 1st April 2024 ഇത് ക്ലോസിംഗ് ബാലൻസ് ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് കാണിക്കണം. ബൈ ബാലൻസ് ക്യാരി ഡൗൺ, ബോട്ട് ഡൗൺ 1,27,000. ഇനി ഈ ഇയർ എൻഡ് ചെയ്യുന്നത് 31st March 2025ലാണ്. അന്നത്തെ ദിവസം രണ്ടാമത്തെ ഇൻസ്റ്റാൾമെന്റും ഇൻട്രസ്റ്റും പേ ചെയ്യണം. അത് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ അമൗണ്ടിലാണ്. സോ ഇൻട്രസ്റ്റ് വരാം 12,700 ആണ് ഇൻട്രസ്റ്റ് വരാം, 10%. സോ ബൈ ഇൻട്രസ്റ്റ് അക്കൗണ്ട് 12,700. അപ്പോൾ ടോട്ടൽ എമൗണ്ട് പേയബിൾ. ഇനി അന്നത്തെ ദിവസം പേ ചെയ്യാനുള്ള എമൗണ്ട് അടുത്ത ഇൻസ്റ്റാൾമെന്റ് ആയ സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് എമൗണ്ട് 1,27,000 പ്ലസ് ഇൻട്രസ്റ്റ് 12,700 ആണ്. 1,39,700 ആണ് അന്ന് എക്സിക്യൂട്ടറിന് പേ ചെയ്യാനുള്ള എമൗണ്ട്. 31st March 2025 ടു ബാങ്ക് അക്കൗണ്ട് 1,39,700. ഇനി രണ്ട് സൈഡും ടോട്ടൽ ചെയ്യാം. സോ രണ്ട് സൈഡും ബാലൻസ്ഡ് ആയി. അപ്പം ചെയ്തത് കറക്റ്റ് ആണ്. ഇവിടെ ബാലൻസ്ഡ് ആയില്ലെങ്കിൽ എവിടെയോ എന്തോ മിസ്റ്റേക്ക് ഉണ്ട്. കാരണം 2025 ആവുമ്പോഴത്തേക്കും രണ്ട് ഇൻസ്റ്റാൾമെന്റും പേ ചെയ്തിട്ട് പിന്നെ ഒന്നും ഭീമിന്റെ എക്സിക്യൂട്ടറിന് കൊടുക്കാനില്ല. പിന്നെ ഭീമിന്റെ എക്സിക്യൂട്ടറിന് ഫുൾ പേയ്മെന്റ് കൊടുത്ത് അയാൾക്ക് കൊടുത്തു കഴിഞ്ഞു. പിന്നെ ഒന്നും ബാലൻസ് ഫിഗർ വരാൻ പാടില്ല.